Good afternoon. കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയായിരുന്നോ? നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം അതിന്റെ കമ്പോണൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? ഘടകങ്ങള്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഘടകങ്ങള് ഏതൊക്കെ പറഞ്ഞത്? അപ്പോയിന്റ്മെന്റ് മാനേജ് ചെയ്യുക, രണ്ടാമത്തെ പേഷ്യന്റ് മാനേജ്മെന്റ്, then അടുത്തത് ഫെസിലിറ്റി മാനേജ്മെന്റ്, then fourth one സ്റ്റാഫ് മാനേജ്മെന്റ്, then അഞ്ചാമത്തത് സപ്ലൈ മാനേജ്മെന്റ്, then ആറാമത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പിന്നെ ഏതായിരുന്നു? സെവൻത് വൺ ഇൻഷുറൻസ് മാനേജ്മെന്റ്, എയ്ത്ത് വൺ ലബോറട്ടറി മാനേജ്മെന്റ്, then നയൻത് റിപ്പോർട്ട് മാനേജ്മെന്റ്. അങ്ങനെ 9 കമ്പോണൻസ് ആണ് നമ്മൾ ഇന്നലെ നോക്കിയത് അല്ലെ? വായിച്ചു നോക്കിയായിരുന്നോ? അപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഓരോ മൊഡ്യൂളുകളും ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് 10th വൺ ആണെന്ന് നോക്കുന്നത് വാക്സിനേഷൻ മാനേജ്മെന്റ്. അപ്പോ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ വാക്സിനേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ മൊഡ്യൂള് എന്താണ് കൈകാര്യം ചെയ്തത്? എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ? ഇതാ വാക്സിനേഷനുമായിട്ട് അല്ലെ? വാക്സിനേഷൻ ഓക്കെ, വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇത് ഈ മൊഡ്യൂള് കൈകാര്യം ചെയ്യുന്നത്. ഓരോ കമ്പോണൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ. നോക്കി, വാക്സിനേഷൻ മൊഡ്യൂൾ എന്നാട്ടോ, MODULE മൊഡ്യൂൾ. Vaccination module keep track of all the completed or upcoming vaccination. എല്ലാ പൂർത്തിയായിട്ടുള്ളതും കംപ്ലീറ്റഡ് ആയിട്ടുള്ളതും അപ്കമിങ് ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള വാക്സിനേഷനുകളെ ട്രാക്ക് ചെയ്യാണ്. അതിന്റെ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതാണ് വാക്സിനേഷൻ മാനേജ്മെന്റ് മൊഡ്യൂള്. അപ്പൊ ഇപ്പൊ നമ്മൾ വാക്സിൻ എടുക്കണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഏത് നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി? വാക്സിനേഷൻ മാനേജ്മെന്റ് മൊഡ്യൂള് ഓപ്പൺ ചെയ്താൽ മതി. അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ വാക്സിനുകളുടെയും വിവരങ്ങൾ അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇറ്റ് അപ്ഡേറ്റ് you about upcoming vaccination and book
a slot with the doctor. ഇപ്പൊ നമ്മൾ വാക്സിൻ എടുക്കാൻ നേരത്തെ ഡോക്ടറെ ബുക്ക് ചെയ്യൂലേ, ഡോക്ടർ കാണണം, ഡോക്ടർ നമ്മൾ ബുക്ക് ചെയ്ത് കണ്ടതിന് ശേഷമാണ് വാക്സിൻ എടുക്കണേ അല്ലെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇന്ന് നമ്മൾ വാക്സിൻ എടുത്തു, നെക്സ്റ്റ് വാക്സിൻ എന്നാ എടുക്കണ്ടേന്നുള്ള നമുക്ക് അന്ന് തന്നെ ആ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് അല്ലെ, നമുക്ക് ആ സ്ലോട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇനി നമ്മൾ പിന്നീട് വരണ്ട, അപ്പൊ ഇന്ന് തന്നെ നമുക്ക് ഇനിയിപ്പോ അടുത്ത മാസത്തിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അന്ന് തന്നെ എന്ത് ചെയ്യാം, ആ ഡോക്ടറിന്റെ സ്ലോട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇറ്റ് ഓൾസോ സെൻഡ് ടൈംലി റിമൈൻഡർ ടു പേരൻസ്. പേരൻസിന് കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യുന്നു, അതൊരു റിമൈൻഡർ, ഓർമ്മപ്പെടുത്തൽ, അല്ലെങ്കിൽ മെസ്സേജുകളായിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്താ ഇൻഫർമേഷൻ അത് മെസ്സേജുകളായിട്ട് ആ അടുത്ത വാക്സിന്റെ ടൈം ആക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, പേരൻസിനെ ആ ഇൻഫർമേഷൻ ഈ സിസ്റ്റം വഴി തന്നെ അറിയിക്കുന്നു. കണ്ടോ, they also send the timely reminders to parents to make sure they don't miss the slot. ആ സ്ലോട്ട് മിസ്സാവാതിരിക്കാൻ. നമ്മുടെ ഫോണിലോ അങ്ങനെ എന്തെങ്കിലും മെസ്സേജുകളൊക്കെ വരാറില്ലേ, നമ്മൾ ഓർമ്മപ്പെടുത്തലായിട്ട് ബില്ല് എന്തെങ്കിലും പേ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്, അതിന് മുന്നേ ആ ഡേറ്റിന് മുന്നേ നമ്മളോട് ഇപ്പൊ ഫോണിലാണെങ്കിലും നമുക്ക് എന്താ പറയാ, നമ്മൾ ചാർജിങ്ങിന്റെ സമയമാണെങ്കിൽ 2-3 ദിവസം തന്നെ നിങ്ങൾ ഇത്ര ദിവസം വരെയുള്ളൂ നിങ്ങളുടെ വാലിഡിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളോട് ഇങ്ങനെ മെസ്സേജ് വരൂല്ലേ, നമുക്കത് ഓർമ്മപ്പെടുത്താം, നമ്മളത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഇല്ലേ. ഇപ്പൊ നമ്മൾ വണ്ടിയുടെ ആണെങ്കിൽ പൊല്യൂഷൻ ഇതൊക്കെ എടുക്കുമ്പോഴ് നെക്സ്റ്റ് 6 മാസം കൂടുമ്പോഴല്ലേ, അപ്പൊ അത് പുതുക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അപ്പത്തേക്കും നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും, നമ്മൾ ഓർമ്മപ്പെടുത്താൻ റിമൈൻഡർ. അതുപോലെ ഈ വാക്സിനേഷൻ നമ്മൾ ആ സ്ലോട്ട് നമ്മൾ ചിലപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ ആ ടൈം ആകുന്നതായിരിക്കും തന്നെ പേരൻസിന് എന്ത് ചെയ്യുന്നു, ഈ സിസ്റ്റത്തിൽ നിന്ന് മെസ്സേജുകൾ അവർക്ക് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ സ്ലോട്ട് മിസ്സാവാതിരിക്കാൻ കറക്റ്റ് സമയത്ത് വാക്സിനേഷൻ എടുക്കാനായിട്ട് അല്ലെ, കുട്ടികളെ കൊണ്ട് വരാനായിട്ട് അവരെ ഒരു ഓർമ്മപ്പെടുത്തലും ഈ ഒരു വാക്സിനേഷൻ മാനേജ്മെന്റ് മൊഡ്യൂള് കൈകാര്യം ചെയ്യുന്നു. അവിടെ നമ്മൾ വാക്സിൻ എടുത്തത് കംപ്ലീറ്റ് ആയിട്ടുള്ളതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ വാക്സിനേഷന്റെ ഡീറ്റെയിൽസ് ഈ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇപ്പൊ നമ്മൾ കുട്ടിയെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്കിടയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡീറ്റെയിൽസുകൾ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതനുസരിച്ച് തന്നെ നമുക്ക് ആ ടൈം ഡോക്ടറിനെ കാണുന്ന ആ സ്ലോട്ട് അല്ലെ ബുക്ക് ചെയ്യാനായിട്ട് നേരത്തെ നമുക്ക് അവിടെ ബുക്ക് ചെയ്തിടാൻ പറ്റും. ആ കറക്റ്റ് സമയം ആകുമ്പോഴത്തേക്കും പേരൻസിന് അതിന്റെ നമുക്ക് ഓർമ്മപ്പെടുത്തലുകളായിട്ട് മെസ്സേജുകൾ അയക്കും. അപ്പൊ അങ്ങനെ അവർക്ക് ആ സ്ലോട്ട് മിസ്സാവാതെ കറക്റ്റ് സമയത്ത് കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ് സപ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിനായിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അല്ലെ പേഷ്യൻസിനെ? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ തുടങ്ങി പറഞ്ഞതാണ്, അതിന്റെ സക്സസിന് പേഷ്യന്റിന് അല്ലെ, പേഷ്യന്റിന്റെ സംതൃപ്തി വളരെ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലെ. അതാണ് ഏതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പേഷ്യന്റ് ഇപ്പൊ നിങ്ങളെ അതിനകത്തൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ, ഡാഷ് മൊഡ്യൂൾ എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഡാഷ് മൊഡ്യൂൾ കീപ് ട്രാക്ക് ഓഫ് ഓൾ കംപ്ലീറ്റഡ് ഓർ upcoming vaccination. ഓക്കെ, ഇതാണ് ചോദിക്കുക. അതിനകത്ത് തന്നെ ഉണ്ട്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇനി അടുത്തതാണ് സപ്പോർട്ട് മാനേജ്മെന്റ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എനി ഹോസ്പിറ്റൽ. ഏതൊരു ഹോസ്പിറ്റലിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് അല്ലെ. ദിസ് സെഗ്മെന്റ്, ഈ സപ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ് എന്താണ്, നമ്മുടെ പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കിയേ, ദിസ് സെഗ്മെന്റ് റെക്കോർഡ്സ് ദ ഡേറ്റ ലൈക്ക് എൻക്വയറീസ്. നമ്മൾ എന്തെങ്കിലും അന്വേഷണങ്ങളായിട്ട് ചെല്ലുവാണ് അല്ലെ, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എൻക്വയറി നടത്തുകയാണ്, അപ്പൊ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് ഈ ഒരു സപ്പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ എല്ലാ കാര്യങ്ങളും അവിടെ ഫയലായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽ പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റും അല്ലെ. പിന്നെ കംപ്ലൈന്റ്സ്, എന്തെങ്കിലും പരാതികള്, എന്തെങ്കിലും റിക്വസ്റ്റുകള്, ഫീഡ്ബാക്ക് ഫ്രം പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് എല്ലാം ഈ സപ്പോർട്ട് മാനേജ്മെന്റിന് എന്താണ് പേരൻസിനെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ,
ഇത് ഈ റിക്വസ്റ്റുകൾ നമ്മുടെ ഫീഡ്ബാക്ക് പേഷ്യൻസിന്റെ കയ്യിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ഇതെല്ലാം ഈ സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂള് കൈകാര്യം ചെയ്യുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Records the data like inquiries, complaints, request, feedback from patient. It also ensures that they handle these requests and the problem appropriately and at the earliest. എത്രയും പെട്ടെന്ന് തന്നെ അല്ലെ അതെന്ത് ചെയ്യുന്നു ഇപ്പൊ നമ്മൾ എന്തെങ്കിലും റിക്വസ്റ്റുകൾ കാര്യങ്ങൾ കൊടുത്തു കഴിയാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ ഒട്ടും സമയം കളയാതെ വേഗത്തിൽ തന്നെ അത് കൈകാര്യം ചെയ്യുന്നു. അതിന് നമുക്ക് എന്താ പറയാ അങ്ങനെ ഒരു ഉറപ്പ് നൽകുന്നു. You can make automatic the feedback collection process automatic to reduce the staff job load and everyone could fill out the feedback form. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം അല്ലെ. അതായത് ഓൺലൈനായിട്ട് ആ സിസ്റ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് പേഷ്യൻസിനെ ഫില്ല് ചെയ്യാനായിട്ട് ഫീഡ്ബാക്ക് ഫോമുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അത് ഓട്ടോമാറ്റിക് ആക്കി കൊടുക്കുന്നത് നമുക്ക് സ്റ്റാഫിന്റെ വർക്ക് ലോഡ് കുറയ്ക്കാനായിട്ട്, സ്റ്റാഫിന്റെ ജോബ് ലോഡ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് അല്ലെ. അപ്പൊ നമ്മള് സ്റ്റാഫുകൾ ചെന്ന് ചോദിച്ച അവരോട് അല്ലെങ്കിൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ ക്വസ്റ്റ്യനറോ അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ. നേരെ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്കടെ ഇപ്പൊ നമുക്ക് ഫോണിലാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യാൻ വരൂലേ, നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അല്ലെ. ഫീഡ്ബാക്ക് ഫോം എന്തെങ്കിലും മെസ്സേജുകളായിട്ട് നമ്മുടെ ഫോണിലേക്കൊക്കെ ആ സിസ്റ്റത്തിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മൾ സ്റ്റാഫുകൾ ചെന്ന് പിന്നെ ചോദിച്ചൊന്നും അവിടെ എഴുതുവോ അല്ലെങ്കിൽ റെക്കോർഡായിട്ട് എഴുതി വെക്കുവൊന്നും വേണ്ട അല്ലെ. ഇന്ന ഫോണിലേക്ക് ഇത്രയും ഈ ആ നമ്പർ നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ടാവുമല്ലോ പേഷ്യൻസിന്റെ, അപ്പൊ ആ കോണ്ടാക്ട് നമ്പറിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഫോം ഇടുകയാണ്. ഫീഡ്ബാക്ക് ഫോം ഇടുകയാണെങ്കിൽ ഓരോ പേഷ്യൻസിനും നമുക്ക് ഫോണിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം അത് കറക്റ്റ് ഫില്ല് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴും സ്റ്റാഫിന്റെ ജോബ് കുറയ്ക്കുന്നു, വർക്ക് ലോഡ് സ്റ്റാഫിന്റെ കുറയ്ക്കുന്നു. ആൻഡ് എവരി വൺ കുഡ് ഫിൽ ഔട്ട് ദ ഫീഡ്ബാക്ക് ഫോം. എല്ലാവർക്കും ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, support management module ensures that they handle these requests and the problem appropriately and the earliest. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും റിക്വസ്റ്റുകൾ പേഷ്യൻസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് എത്രയും വേഗത്തിൽ തന്നെ സിസ്റ്റം വഴിയല്ലേ, അപ്പൊ അതുകൊണ്ട് വേഗത്തിൽ തന്നെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നു, കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഒരു ഇതും ഉറപ്പും നമുക്ക് ഈ സപ്പോർട്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആ ഒരു സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ പഠിച്ചത് ഇതിപ്പോ നമുക്ക് അങ്ങനെ 11 എണ്ണം ഉണ്ട് കേട്ടോ, കമ്പോണൻസ് 11 കമ്പോണൻസ് നോക്കിയത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബെനിഫിറ്റ്സ് ആണ്. ബെനിഫിറ്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം, HMS-ന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ? ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ഒരു ഡിജിറ്റൽ സിസ്റ്റം ആണല്ലേ. ഇത് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്? ഫസ്റ്റ് നോക്കിയേ, ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലും പേഷ്യന്റ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് ഫസ്റ്റ് കേട്ടോ, ബെനിഫിറ്റ് ആണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം HMS-ന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നേ, പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എങ്ങനെയാ നോക്കിയേ, 59% ഓഫ് മില്യണേഴ്സ് ആർ വില്ലിംഗ് ടു സ്വിച്ച്. സ്വിച്ച് എന്ന് വെച്ചാൽ മാറുക, ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. സ്വിച്ച് ഡോക്ടേഴ്സ് ഫോർ ദ ബെറ്റർ ഓൺലൈൻ ആക്സസ്. അതായത് നമുക്ക് ഇപ്പോ നമ്മൾ ഒരു 59% ആളുകളും ഈ ഡോക്ടറിനെ നമുക്ക് കാണാനായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് അല്ലെ, ഓൺലൈനായിട്ട് നമുക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു നല്ലൊരു ഓൺലൈൻ പ്രവേശനത്തിനായി
ഡോക്ടറിനെ മാറാനായിട്ട് 59% ആളുകളും തയ്യാറാണ്. അപ്പൊ അതായത് എന്താ പറഞ്ഞേക്കണേ, ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ നേരെ പോയി നമ്മൾ ക്യൂ നിന്ന് ചീട്ടെടുത്ത് അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് ആ ഒരു സിസ്റ്റത്തിനാണോ നമുക്കിപ്പോ താല്പര്യം? നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അതല്ലേ നമുക്ക് എളുപ്പം, അല്ലെ? അപ്പൊ ആ ഒരു സംവിധാനമുള്ള അല്ലെങ്കിൽ ഓൺലൈൻ ആക്സസിലേക്ക് നമ്മൾ മാറണം. അങ്ങനെ ഫെസിലിറ്റി തരുന്ന അല്ലെ ആ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഡോക്ടേഴ്സിനെ കാണാനാണ് 59% ആളുകളും ബില്ലിങ് ആവുന്നത്, അല്ലെ? അപ്പം മില്യണേഴ്സ് എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദങ്ങൾ. അപ്പൊ ഇപ്പൊ എന്താ പറഞ്ഞേക്കണേ, 59% ആളുകളും എന്താണ് ചൂസ് ചെയ്യുന്നത്? അവർ ഏതാണ് താല്പര്യപ്പെടുന്നത്? ഓൺലൈൻ ആക്സസ്, അല്ലെ? ഒരു ഹോസ്പിറ്റലിലേക്ക് നമുക്കൊരു അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് ഓൺലൈൻ പ്രവേശനത്തിനാണ് അവര് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഡോക്ടേഴ്സിനെ മാറാൻ 59% ആളുകളും ആഗ്രഹിക്കുന്നു. ആൻഡ് HMS will enhance communication between patient and hospital by allowing patients to approach their medical records, book appointments, receive reminder and communicate online with the doctor and nurses. കണ്ടോ? അടുത്തത് പറഞ്ഞേക്കുന്നത് എന്താ? And HMS will enhance എന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുക. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ. പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തുക ബൈ അലോവിങ് പേഷ്യന്റ് ടു അപ്രോച്ച്, അല്ലെങ്കിൽ ആ പേഷ്യൻസിന് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട്, അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റിമൈൻഡേഴ്സ് ഓർമ്മപ്പെടുത്തലുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഓൺലൈൻ വിത്ത് ദ ഡോക്ടർ ആൻഡ് നേഴ്സസ്. ഡോക്ടറും നേഴ്സുമായിട്ടും ഓൺലൈനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ ഒരു ഓൺലൈൻ ഫീൽഡാണ് നമ്മള് ഇപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടുന്നത്, അല്ലെ? ഇപ്പൊ അപ്പോയിന്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാനാണെങ്കിൽ ആ ഒരു തന്നെ നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നേ, അല്ലേ? അപ്പൊ നമുക്ക് നല്ല നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള, രാവിലെ നമുക്ക് പോകാൻ പറ്റില്ല, ഉച്ച കഴിഞ്ഞാണ്, അപ്പൊ നേരെ ആ ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈവനിങ്ങില് നമുക്ക് ഉച്ച അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ഏത് ഡോക്ടറാണ് അവിടെ ഉള്ളതെന്നും അതനുസരിച്ച് നമുക്ക് അപ്പോയിന്റ്മെന്റ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ടൈം നമുക്ക് അനുവദിച്ചിരിക്കുന്ന ആ ടൈം സ്ലോട്ട് അനുസരിച്ച് തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി, അല്ലേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് പോരാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓൺലൈൻ ബേസ് ആണ് ഇന്ന് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ടി അപ്പൊ അങ്ങനെ ഫെസിലിറ്റി ഒക്കെ ഉള്ളിടത്തേക്ക് പോകാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം ഉള്ളത്, അല്ലെ? You will have enhanced patient engagement, a reduction in waiting time and improved patient satisfaction. അപ്പൊ അങ്ങനെ വരുമ്പോഴോ enhanced പേഷ്യൻസിന്റെ എൻഗേജ്മെന്റ്, ഇടപെടലുകൾ മെച്ചപ്പെടുത്താനും വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ പറ്റൂല. നമുക്ക് ഒരുപാട് സമയം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ക്യൂ നിൽക്കേണ്ട ആ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഇംപ്രൂവ്ഡ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി വർദ്ധിപ്പിക്കാൻ കഴിയും. ഏതിലൂടെ? ഓൺലൈൻ ആക്സസിലൂടെ, ഒരു ഓൺലൈൻ പ്രവേശനത്തിലൂടെ. ഇപ്പൊ നമുക്ക് കോവിഡ് ഇതൊക്കെ വന്ന സമയത്ത് നമുക്ക് എന്താ പറയാ അധികം പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നേരെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഡോക്ടറോ നേഴ്സുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നല്ലോ. നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോയി കാണണ്ട, അല്ലാതെ നമുക്ക് ആ സൈറ്റിൽ കയറി അങ്ങനെയുള്ള ഇത് ആ ടൈമിലൊക്കെ നമുക്ക് കിട്ടി. അപ്പൊ ഒരു ഓൺലൈൻ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടേഴ്സിനെ മാറാനായിട്ട് ഈ 59% ആളുകളും ഇന്ന് തയ്യാറാണ്, അവര് വില്ലിങ് ആണ്. അപ്പൊ ആ ഒരു ഇതിലേക്ക് പോകാനാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്താ പറയാ അവിടെ വെയിറ്റിംഗ് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും, പേഷ്യന്റിന്റെ സംതൃപ്തി ഇംപ്രൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ നോക്കിയേ, സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡേറ്റ. ഹോസ്പിറ്റലിന്റെ ഡേറ്റാസ് സെക്യൂർഡ്. എങ്ങനെയത് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തേക്കണേ? നമ്മുടെ ഡേറ്റാസ് ഒക്കെ എങ്ങനെയാ? സേഫ് ആയിട്ട്, അല്ലെ? സുരക്ഷിതമായിട്ട് ആണ് സ്റ്റോക്ക് ചെയ്തേക്കുന്നത് അവിടെ. ആൻഡ് HMS help you maintain hospital data safe and secure. അണ്ടർലൈൻ ചെയ്തു കേട്ടോ.
HMS help you maintain hospital data safe and secure. വളരെ സുരക്ഷിതമായിട്ടോ അല്ലെ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് ഡേറ്റാസ് എന്ത് ചെയ്യുന്നു ഈ HMS വഴി നമുക്ക് സെക്യൂർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. You can control and provide access to authorized person only. അതിലേക്ക് എല്ലാവർക്കും കയറാൻ പറ്റും. അതിന് അനുമതിയുള്ള ആളുകൾക്ക് മാത്രമാണ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ പണ്ടത്തെ പോലെയുള്ള ഫയലുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആർക്കും ചെന്നെടുക്കാൻ പറ്റും അല്ലെ? ആർക്കും അത് നമുക്ക് എടുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താ പറയാ അതിന് മാറ്റാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറ്റും. പക്ഷെ ഇപ്പൊ ഓൺലൈൻ ആയിട്ട് നമുക്ക് എന്താ ഒരു കമ്പ്യൂട്ടറിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അത് കറക്റ്റ് പാസ്വേഡ് ഒക്കെ കൊടുത്ത് സേഫ് ആയിട്ട് സൂക്ഷിച്ചു വെച്ചേക്കാണ് അല്ലെ? അപ്പൊ അതിന് ഒരു അംഗീകാരമുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ അതിന് അനുമതിയുള്ള വ്യക്തിക്ക് മാത്രമേ അത് കൺട്രോൾ ചെയ്യാനുള്ള അധികാരമുള്ളൂ, കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. മേക്ക് ഷുവർ ടു ലുക്ക് അറ്റ് HIPPA. HIPPA ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഹെൽത്ത് ഇൻഷുറൻസ് health insurance portability, PORTABILITY, portability and accountability act. Health Information Portability and Accountability Act, HIPPA. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ എന്താ നമ്മളെ ഡേറ്റാസ് എങ്ങനെ വെച്ചേക്കുന്നത്? സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് ഒരു ഓതറൈസ്ഡ് ഒരു അനുമതിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു കറക്റ്റ് ആയിട്ട് ഒരു പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ട് ലോക്ക് ചെയ്തിട്ടാണ് സൂക്ഷിക്കുന്നത്. ഒന്നോടെ പറയാം കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് portability and accountability act. Portability and accountability act. Okay. Then okay, make sure to look at HIPAA complaint software for PHI security. Okay, PHI എന്ന് പറഞ്ഞാൽ protected health information. Protected health information. PHI. Protected health information. Protected health information. അല്ലെങ്കിൽ PHIയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് PHIയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് HIPAA കംപ്ലൈന്റ് സോഫ്റ്റ്വെയർ നോക്കുന്നത് ഉറപ്പാക്കുക. അതായത് ഇത്രേ ഉള്ളൂ കാര്യം. എന്താ? ആ ആക്ട് HIPPA ആക്ട് അനുസരിച്ചാണോ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് ഉറപ്പാക്കണം. ഇതെന്ന് പറഞ്ഞാൽ HIPPA ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽത്ത് കെയറിന്റെ ആരോഗ്യ പരിചരണത്തിന്റെ ഗുണനിലവാരം അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡിന് വേണ്ടി അല്ലെങ്കിൽ ആ നിലവാരത്തിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന ഒരു ആക്ടാണ് HIPPA ആക്ട് എന്ന് പറഞ്ഞാൽ. PAA ആക്ട്, HIPAA ആക്ട് എന്ന് പറയുന്നത് ഒരു ആരോഗ്യ പരിചരണത്തിന്റെ സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന ഒരു ആക്ടാണ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേക്കുന്ന ആ ആക്ട് നോക്കിയിട്ടാണോ അല്ലെങ്കിൽ HIPAA ആക്ട് അനുസരിച്ചിട്ടാണോ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, പേഷ്യൻസിന്റെ അവകാശങ്ങള്, അവർക്കുടെ പ്രൈവസി, സ്വകാര്യത, ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫെഡറൽ ലോയാണ് ശരിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തത് മൂന്നാമത്തെയാണ് ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ അതിന്റെ മുകളിൽ. ആൻഡ് HMS ഹെൽപ്പ് യു മെയിൻറ്റെയിൻ ഹോസ്പിറ്റൽ ഡേറ്റ സേഫ് ആൻഡ് സെക്യൂർ. അവിടെ ഡാഷ് ഹെൽപ്പ് എന്ന് ചോദിക്കാം. പിന്നെ HIPAA എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. PHIയുടെ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ അതിന്റെയും നമുക്ക് എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം. ഇനി മൂന്നാമത്തെയാണ് ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡേറ്റ.
improved access to patient data. പേഷ്യന്റിന്റെ ഡേറ്റയിലേക്കുള്ള പ്രവേശനം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. അടുത്ത നോക്കിയേ, യു ക്യാൻ, അടുത്തൊരു ബെനിഫിറ്റ്, യു ക്യാൻ ഹാവ് ഈസി എൻട്രൻസ് ടു ഓൾ പേഷ്യന്റ് റിലേറ്റഡ് ഡേറ്റ ഓൺ എ സിസ്റ്റം യൂസിങ് ആൻ HMS. HMS ഉപയോഗിക്കും, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ആ സ്റ്റാഫിന് ആ പേഷ്യന്റിന്റെ ഡേറ്റയിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ പറ്റും. You can also approach data such as patient history, പേഷ്യന്റിന്റെ ഹിസ്റ്ററി, ഡോക്ടർ എൻഗേജ്മെന്റ്, ഡോക്ടറിന്റെ ഇടപെടലുകള്, ടെസ്റ്റ് റിസൾട്ടുകള്, ബില്ലിംഗ് ഡീറ്റെയിലുകള് ആൻഡ് മച്ച് മോർ വിത്ത് ജസ്റ്റ് ഫ്യൂ ക്ലിക്ക്. ഇതെല്ലാം ഒറ്റ ക്ലിക്കില് നമുക്ക് കിട്ടും, അത് അസസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇപ്പൊ നമ്മളാണെങ്കിൽ ചെന്ന് സ്റ്റാഫിനോട് എന്തെങ്കിലും നമ്മുടെ ഒരു ലാബ് റിപ്പോർട്ട് അല്ലെങ്കിൽ ബില്ലിന്റെ ഡീറ്റെയിൽ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പെട്ടെന്ന് തന്നെ നമ്മൾ ആ നമ്പർ അടിച്ചു കൊടുത്തിട്ട് അത് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ സിസ്റ്റത്തിൽ നിന്ന് എടുത്തു തരൂലേ. അല്ലെങ്കിൽ നമ്മള് പഴയ റെക്കോർഡും ഫയലൊക്കെ പോയി തപ്പണ്ട വരും അല്ലേ. ഇത് അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഈ കാര്യങ്ങൾ, പേഷ്യന്റിന്റെ ഹിസ്റ്ററി പെട്ടെന്ന്, അതാണ് നമ്മൾ അതായത് നമുക്ക് ഈ സ്റ്റാഫിനാണെങ്കിലും ഈ എന്തെങ്കിലും പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസിലേക്ക് പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റും. അതാണ് കണ്ടോ, ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡേറ്റ. പേഷ്യന്റിന്റെ ഡേറ്റയിലേക്ക് ഇവര് ഇൻഫർമേഷൻ, പേഷ്യന്റ് കൊടുത്ത ഇൻഫർമേഷൻ അവരുടെ ഡേറ്റാസിലേക്ക് പെട്ടെന്ന് ഈ ഹെൽത്ത് കെയർ സ്റ്റാഫിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രവേശിക്കാൻ പറ്റും. അതാ പറഞ്ഞേക്കുന്നത് കേട്ടോ. യു ക്യാൻ ഓൾസോ അപ്രോച്ച് ഡേറ്റ, പേഷ്യന്റ് ഹിസ്റ്ററി, ഡോക്ടർ എൻഗേജ്മെന്റ്, ടെസ്റ്റ് റിസൾട്ടുകള്, ബില്ലിംഗ് ഡീറ്റെയിലുകള്, അതുപോലെ ഇതെല്ലാം ഒറ്റ ക്ലിക്കില് അവൈലബിൾ ആയിരിക്കും. അവരാണെങ്കിലും വേറെ കുറെ ഫയലുകളൊന്നും പോയി തപ്പണ്ട അല്ലെ, ഒറ്റ ക്ലിക്കില് നമുക്ക് ഡീറ്റെയിൽസ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഇനി അടുത്തതാണ് അടുത്തൊക്കെ റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട്. ഫസ്റ്റ് പോയിന്റിൽ മാർക്ക് ചെയ്യുന്നത്, ഫസ്റ്റ് പോയിന്റിൽ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് അതിനകത്ത് ആ ഫസ്റ്റ് രണ്ടാമത്തെ ലൈൻ ഒന്ന് മാർക്ക് ചെയ്തിട്ടോ കേട്ടോ. An HMS അവിടെ ചോദിക്കാം, ഡാഷ് വിൽ എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ. അത്രയും മതി, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ HMS ആണ്, ഇതൊരു ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞതല്ലേ, പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനായിട്ട് HMS സോഫ്റ്റ്വെയർ സഹായിക്കും, HMS ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം സഹായിക്കുന്നു എന്നുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാമത്തേല് അടയാളപ്പെടുത്തി, മൂന്നാമത്തേല് യു ക്യാൻ ഈസി ടു എൻട്രൻസ്. ഫസ്റ്റ് ലൈൻ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിട്ട് അവിടെ HMS തന്നെ ആയിരിക്കും നമുക്ക് അത് ഡാഷിൽ ചോദിക്കാനുള്ളൂ. പെട്ടെന്ന് ആ പേഷ്യന്റിന്റെ ഡേറ്റയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇതാണ് HMS ഹെൽപ്പ് ചെയ്യുന്നുള്ളത് കേട്ടോ. റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. ടേൺ അറൗണ്ട് ടൈം എന്താ? ടേൺ അറൗണ്ട് ടൈം വെയിറ്റിംഗ് ടൈം ആണല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഈ ലബോറട്ടറിയിലാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ആ റിസൾട്ട് വരെയും നമുക്ക് വെയിറ്റ് ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട സമയം, അതൊക്കെയാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എടുക്കുന്ന ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതൊരു ബെനിഫിറ്റ് ആണ് കേട്ടോ. HMSന്റെ മറ്റൊരു ബെനിഫിറ്റ് ആണ് റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. ഓക്കെ, streamline your hospital workflow by automating routine jobs like appointment or stock management. ഹോസ്പിറ്റലിലെ പതിവ് കാര്യങ്ങൾ, അതായത് ഹോസ്പിറ്റലിലെ വർക്ക് ഫ്ലോ നമുക്ക് ഈ സ്ട്രീംലൈൻ എന്ന് പറഞ്ഞാൽ കാര്യക്ഷമമാക്കുക. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ ഹോസ്പിറ്റൽ വർക്ക് ഫ്ലോ ഓട്ടോമാറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോയിന്റ്മെന്റ്, സ്റ്റോക്ക് മാനേജ്മെന്റ്, ഇതൊക്കെ അങ്ങനെ ഹോസ്പിറ്റലിലെ വർക്ക് ഫ്ലോ എന്ത് ചെയ്യാൻ പറ്റും? കാര്യക്ഷമമാക്കാൻ പറ്റും.
Then this decrease the time and effort required to perform these jobs and the turnaround time. അപ്പൊ അത് എന്തിനു കുറയ്ക്കാൻ കാരണമാവും? സമയം, ടൈം കുറയ്ക്കാൻ കാരണമാവും അല്ലേ? പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പാടില്ലേ? നമ്മൾ ചെന്ന് ക്യൂ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ വേണ്ട അപ്പോയിന്റ്മെന്റ് എടുക്കാൻ. ഇത് ഓൺലൈൻ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അല്ലേ ഒരു മിനിറ്റും കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കാം. അല്ലെങ്കിൽ സ്റ്റോക്ക് മാനേജ്മെന്റ്, ഇപ്പൊ സ്റ്റോക്ക് മാനേജറിന് എന്താ ഇൻവെന്ററി ഒക്കെ പരിശോധിക്കുന്നെങ്കിലൊക്കെ ഒറ്റ ക്ലിക്കില് നമുക്ക് അത് എന്താ പറയാ അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന് വേണ്ടി ഇപ്പൊ അപ്പോയിന്റ്മെന്റിനൊക്കെ ആണെങ്കിലും വേണ്ടി നമ്മള് ചെലവാക്കേണ്ട ആ സമയം കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എഫേർട്ടും കുറയ്ക്കാൻ പറ്റും. ആ പർട്ടിക്കുലർ ആ ജോലിക്ക് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന ടൈമും അതിന് നമ്മുടെ ആ എഫേർട്ടും നമുക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റും. ആൻഡ് ദ ടേൺ അറൗണ്ട് ടൈം, അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന എടുക്കുന്ന ടൈം അല്ലെ, നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ കുറെ സമയം ഒന്നും ചെലവാക്കണ്ട. അപ്പൊ അങ്ങനെ നമുക്ക് ആ ടേൺ അറൗണ്ട് ടൈമും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇറ്റ് ഓൾസോ ഹെൽപ്പ്, പിന്നെ എന്തിനു സഹായിക്കുന്നു? ഹെൽപ്പ് സ്റ്റാഫ് ടു ഫോക്കസ് ഓൺ മോർ ക്രിട്ടിക്കൽ പേഷ്യന്റ് കെയർ ഏരിയ. അപ്പൊ സ്റ്റാഫിനൊക്കെ ടൈം ലാഭിക്കാൻ പറ്റൂലേ അല്ലെ? അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാനൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയമൊന്നും വേണ്ട. ഇപ്പൊ ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഈ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ നമുക്ക് പേഷ്യന്റിന്റെ ഡേറ്റാസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ ഹോസ്പിറ്റലിൽ പിന്നെ നമ്മൾ ചിലപ്പോൾ വീണ്ടും അത് എൻട്രി ചെയ്തിട്ട് കൊടുക്കേണ്ടി വരുമോ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് എന്താ അവിടുത്തെ നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റാഫിന് അവർക്കിടെ ആ ജോലി കുറയ്ക്കാൻ പറ്റും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ സമയം നമുക്ക് പേഷ്യന്റ് കെയർ ജോലികൾ അല്ലെ, മോർ ക്രിട്ടിക്കൽ പേഷ്യന്റ് ഏരിയാസ്, കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ആ ഏരിയകളിലൊക്കെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക് ആക്കുന്നതിലൂടെ നമുക്ക് അവർക്കുടെ ജോലിഭാരം കുറയ്ക്കാം, ടൈമൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോ ടൈമൊക്കെ അവർക്ക് കൂടുതൽ ടൈം കിട്ടുമ്പോൾ കൂടുതൽ പേഷ്യന്റ് കെയർ നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട അങ്ങനെയുള്ള ക്രിട്ടിക്കൽ പേഷ്യന്റ് കെയർ ഏരിയയിൽ അവർക്ക് കൂടുതലും കൂടി എന്ത് ചെയ്യാൻ പറ്റും? ശ്രദ്ധിക്കാൻ പറ്റും, അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹോസ്പിറ്റൽ സ്റ്റാഫിന് കൂടുതൽ ഇവിടെ ക്രിട്ടിക്കൽ പേഷ്യന്റ് കെയർ ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇതെല്ലാം ഓട്ടോമാറ്റിക് ആക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോയിന്റ്മെന്റുകൾ, സ്റ്റോക്ക് മാനേജ്മെന്റ് ഇതൊക്കെ സിസ്റ്റം വഴി അത് ഓട്ടോമാറ്റിക് ആക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള കുറെ എന്താ പറയാ കാര്യങ്ങള്, അതായത് പേഷ്യന്റ് നമുക്ക് സ്റ്റാഫിന്റെ ടൈം, എഫേർട്ട് അല്ലെ, അപ്പൊ അതിന്റെ ടേൺ അറൗണ്ട് ടൈം ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് അങ്ങനെ കൂടുതൽ പേഷ്യന്റ് കെയർ കൂടുതൽ രോഗി പരിചരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. ഇനി അടുത്ത് നോക്കിയേ, കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ചെലവ്. എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ ഫലപ്രാപ്തി. ഇൻട്രൊഡ്യൂസിംഗ് ആൻഡ് അടുത്തൊരു ബെനിഫിറ്റ് ആട്ടോ. ഇൻട്രൊഡ്യൂസിംഗ് ആൻഡ് HMS can lead to significant cost saving for hospital. ഹോസ്പിറ്റലിൽ വരുന്ന ചെലവുകള് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ പറ്റും. ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഹോസ്പിറ്റലിലുള്ള ചെലവുകളെ എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ പറ്റും. അതായത് ചെലവ് കുറയ്ക്കാൻ പറ്റും. അത് നോക്കിയാൽ എങ്ങനെയാ നോക്കിയാൽ, it will help by reducing administrative overheads, enhancing resource allocation and reducing the wastage of medical supply. Okay, it will help by reducing administrative overheads. നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള്, അതായത് ഇപ്പൊ നമുക്ക് അധികം സമയം കാത്തു നിൽക്കാതെ പേഷ്യന്റിനൊക്കെ ബില്ലിങ് കാര്യങ്ങളൊക്കെ വേഗം സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവർക്ക് എന്തെങ്കിലും ക്ലൈംസുകൾ
ക്ലെയിമുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇൻഷുറൻസ് ക്ലെയിമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗം ഒക്കെ ശരിയാക്കി കൊടുക്കാം. പിന്നെ ബില്ലിംഗ് ഒക്കെ ആണെങ്കിലും ഡിസ്ചാർജ് സമയത്തൊക്കെ ബില്ലിംഗ് കാര്യങ്ങളൊക്കെ തെറ്റില്ലാത്ത രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അല്ലെ അക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് തന്നെ പിശകുകളൊന്നും വരാത്ത രീതിയിലൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ ആ രീതിയിൽ നമുക്ക് എന്താ ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോ പിന്നെ അതുപോലെ തന്നെ പറഞ്ഞേക്കുന്നത് എൻഹാൻസിങ് റിസോഴ്സ് അലോക്കേഷൻ, ആവശ്യത്തിനുള്ള റിസോഴ്സുകൾ അനുവദിച്ചു, ആ വിഹിതം വർദ്ധിപ്പിച്ചും, റെഡ്യൂസിങ് ദ വേസ്റ്റേജ്, മെഡിക്കൽ സപ്ലൈകള് വേസ്റ്റേജ് കുറച്ചും. അതായത് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഒക്കെ നോക്കി ആവശ്യത്തിനുള്ളത് മാത്രമൊക്കെ ഓർഡർ ചെയ്താൽ മതിയില്ലേ. അപ്പോ എന്താ അത് വേസ്റ്റേജ് ആയി പോകുന്നത്, ഹോസ്പിറ്റൽ മെഡിക്കൽ സപ്ലൈകൾ വേസ്റ്റേജ് ആയി പോകുന്നത് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആ രീതിയിലൂടെയൊക്കെ ഹോസ്പിറ്റലിൽ വരുന്ന ചിലവുകള് കുറയ്ക്കാൻ പറ്റും. HMSന് ചിലവുകൾ കുറയ്ക്കാൻ പറ്റും. ആൻഡ് HMS ക്യാൻ ഓൾസോ മാക്സിമൈസ് റവന്യൂ. ഇനി നമുക്ക് റവന്യൂ, വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റുന്നു ഹോസ്പിറ്റലിന്. എങ്ങനെയാ നോക്കിയേ, റവന്യൂ സ്ട്രീം ബൈ മേക്കിംഗ് ഷുവർ ടൈംലി ബില്ലിംഗ്. കറക്റ്റ് നമുക്ക് ബില്ലിംഗ് കാര്യങ്ങളും കൊടുത്ത്, ബില്ലിംഗ് ഒക്കെ ഷുവർ ആയിട്ട് തെറ്റൊന്നും ഇല്ലാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് ബില്ലിങ്ങുകൾ കൊടുത്ത്, ആൻഡ് റെഡ്യൂസിങ് ക്ലൈം ഡെനിഷ്യൽസ്. ഡെനിഷ്യൽസ് എന്ന് പറഞ്ഞാൽ നിഷേധങ്ങള്, ക്ലൈം നിഷേധങ്ങളൊക്കെ കുറച്ചും കറക്റ്റ് സംയോജിതമായിട്ട് കറക്റ്റ് ടൈമിൽ ബില്ലിങ് കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയും ഹോസ്പിറ്റലിലെ ആ വരുമാനം പരമാവധിയാക്കാൻ കഴിയുന്നു. അല്ലെ, ഓരോ ക്ലൈമിലും ഒക്കെ ഇത്ര രൂപ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് വേഗം തെറ്റില്ലാത്ത രീതിയിൽ നമ്മൾ വേഗം തന്നെ അത് ഒക്കെ ഡീൽ ചെയ്ത് കഴിയുമ്പോൾ ഈ ക്ലൈം അത് നിഷേധിക്കുക, ക്ലൈം ഒക്കെ ക്യാൻസൽ ആവണ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് എന്താ ആ ഹോസ്പിറ്റലിന് ആ റവന്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമൈസ് ചെയ്യാൻ പറ്റും, പരമാവധി ആക്കാൻ കഴിയുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ആൻഡ് HMS ക്യാൻ ലീഡ് ടു സിഗ്നിഫിക്കന്റ് കോസ്റ്റ് സേവിങ് ഫോർ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് നമുക്ക് ചെലവുകള്, ഹോസ്പിറ്റലിലേക്ക് വരുന്ന ചെലവുകള് നമുക്ക് കുറയ്ക്കാനായിട്ട്, ഗണ്യമായി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ലാസ്റ്റ് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടും. HMS ക്യാൻ ഓൾസോ മാക്സിമൈസ് റവന്യൂ. എങ്ങനെയാ നമുക്ക് റവന്യൂ, വരുമാനം പരമാവധിയാക്കുന്നത്, മേക്കിംഗ് ഷുവർ ടൈംലി ബില്ലിംഗ്, കറക്റ്റ് സമയത്ത് ബില്ലിംഗ് കാര്യങ്ങൾ അത് സെറ്റ് ചെയ്തിട്ടും, ക്ലൈം ഡെനിഷ്യൽസ്, ക്ലൈം നിഷേധിക്കില്ല, അത് കുറച്ചുകൊണ്ടും നമുക്ക് മാക്സിമം റവന്യൂ മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് ഇന്റലിജന്റ് അനലിസ്റ്റിക് വിച്ച് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് report. Intelligent analytic with automatically generated reports. ഇപ്പൊ റിപ്പോർട്ടുകളൊക്കെ എങ്ങനെയാ നമ്മൾ കൈകൊണ്ടൊക്കെ ആണ് എഴുതുന്നത്, അതൊക്കെ നമ്മൾ സിസ്റ്റത്തിൽ തന്നെയാണ് വേഗം ചെയ്യുന്നല്ലേ. അപ്പൊ അങ്ങനെ ഇതെന്താ റിപ്പോർട്ടുകള് ഓട്ടോമാറ്റിക് ആക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അവിടുത്തെ എന്താ പ്രവർത്തനങ്ങള്, ഹോസ്പിറ്റലിലെ വർക്ക് ഫ്ലോ വേഗത്തിലാക്കാൻ പറ്റുന്നു അല്ലെ. അതിനനുസരിച്ച് നമുക്ക് ആ ഒരു റിസോഴ്സുകള് പരമാവധിയാക്കാൻ, പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. നോക്കി, എല്ലാ കാര്യങ്ങളും സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്തേക്കാണ് ചെയ്യുന്നതിലൂടെ ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് നല്ലൊരു ഇൻസൈറ്റ്, വാല്യുബിൾ ഇൻസൈറ്റ് കിട്ടും എന്ന് പറഞ്ഞേക്കണേ. ആൻഡ് HMS ക്യാൻ ഗീവ് വാല്യുബിൾ ഇൻസൈറ്റ് റിഗാർഡിംഗ് ഓപ്പറേഷൻ ബൈ generating real-time reports on various metrics. Metrics എന്ന് പറഞ്ഞാൽ അളവുകള്. കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക്, ആ ഒരു സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട്, ഓട്ടോമാറ്റിക് ആക്കുന്നതിലൂടെ നമുക്ക് ആ ഹോസ്പിറ്റലിലെ ഉൾക്കാഴ്ചകള് അല്ലെ, വാല്യുബിൾ ആയിട്ടുള്ള ഉൾക്കാഴ്ചകളെ കുറിച്ച് നമുക്കൊരു എന്താ പറയാ, ഒരു ഇൻസൈറ്റ്, ഒരു ഉൾക്കാഴ്ച നമുക്ക് കിട്ടും. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. പേഷ്യന്റ് ഫ്ലോ, പേഷ്യന്റിന്റെ ഒഴുക്ക്,
ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസ് നോക്കി, അതുപോലെ തന്നെ ഒക്യുപ്പൻസി റേറ്റ് ഓരോ റൂമിലും അല്ലെങ്കിൽ നമുക്ക് എത്ര പേര് അവിടെ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട് അല്ലെ, ഒക്യുപ്പൻസി റേറ്റ്, ഇൻകം ജനറേഷൻ, അവിടുത്തെ വരുമാനം, ഇൻകം ജനറേഷൻ, വരുമാനം തുടങ്ങിയവയൊക്കെ നമുക്ക് അപ് ടു ഡേറ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ അല്ലെ. അപ് ടു ഡേറ്റ് ആയിട്ട് അത് സിസ്റ്റത്തിലേക്ക് സെൻഡ് ചെയ്യുന്നതിലൂടെ, ആ റിപ്പോർട്ട് സൃഷ്ടിക്കുന്നതിലൂടെ തന്നെ ഹോസ്പിറ്റലില് നമുക്ക് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ അത് HMS-ലൂടെ നമുക്ക് സാധിക്കും. This help you to make data driven decision. ഇത് ഡേറ്റാധിഷ്ഠിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും, പിന്നെ അതുപോലെ ഇംപ്രൂവ് ദ പ്രോസസ്, അവിടുത്തെ പ്രോസസ്സ് മെച്ചപ്പെടുത്തുന്നതിനും, ആൻഡ് ഒപ്റ്റിമൈസ് റിസോഴ്സുകൾ പരമാവധി ആക്കുന്നതിനും സഹായിക്കുന്നു. ഡാഷ് ക്യാൻ, അത് ആ ഫസ്റ്റ് ലൈനും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Dash can give a valuable insight regarding operation by generating real-time report on various metrics. Okay. അപ്പൊ ഇതെല്ലാം നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, നമുക്ക് അവിടുത്തെ കാര്യങ്ങള്, നമുക്ക് ഹോസ്പിറ്റലിലെ പ്രോസസ് ഇംപ്രൂവ് ചെയ്യാനും റിസോഴ്സുകൾ പരമാവധി ആക്കാനും ഒക്കെ സാധിക്കുന്നു. അവിടെ ഇൻകമും അതുപോലെ തന്നെ. ഓക്കെ, നോക്കി അടുത്തത് 7th one, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. Centralized administrative control. And HMS help to build a centralized platform for managing activities, allowing hospital to streamline, കാര്യക്ഷമമാക്കുക, streamline എന്ന് പറഞ്ഞാൽ കാര്യക്ഷമമാക്കുക, and their administrative process. അതായത് ഇതെല്ലാം ഒരു സെൻട്രലൈസ്ഡ് ആണ്, ഒരു കേന്ദ്രീകൃതമാണ്. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു സിസ്റ്റം വഴി കണക്ട് ചെയ്തേക്കാണ്. ഈ ഒരു സിസ്റ്റത്തിലേക്ക് എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്തേക്കാണ് അല്ലെ, ഒരു കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളും കണക്ട് ചെയ്തേക്കാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ നോക്കിയേ, ദിസ് വിൽ ഹെൽപ്പ് യു ബിൽഡ് എ സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ഫോർ മാനേജിങ് ആക്ടിവിറ്റീസ്. അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമല്ലേ. അല്ലെങ്കിലും ഹോസ്പിറ്റൽ ടു സ്ട്രീം ലൈൻ, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള പ്രോസസ്സ് കാര്യക്ഷമമാക്കാനും. പിന്നെ നോക്കിയേ, ഇറ്റ് എൻഷുർ കൺസിസ്റ്റൻസി, സ്ഥിരത. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സ്ഥിരത. എന്ത് ഉറപ്പുവരുത്തുന്നു? ഇറ്റ് എൻഷുർ കൺസിസ്റ്റൻസി ബിയോണ്ട് ദ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ അല്ലെ, ഡിപ്പാർട്ട്മെന്റിന് അപ്പുറം ഒരു സ്ഥിരത കൈവരിക്കാൻ, സ്ഥിരത ഉറപ്പുവരുത്താനും സാധിക്കുന്നു, കൂടുതൽ സ്ഥിരത വരുത്താൻ സാധിക്കുന്നു. ദിസ് ക്യാൻ എൻഹാൻസ് എഫിഷ്യൻസി, ഹോസ്പിറ്റലിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു, ഇററുകൾ കുറയ്ക്കുന്നു, മിനിമൈസ് ഇറേഴ്സ്, ആൻഡ് ബെറ്റർ ഓവറോൾ പേഷ്യന്റ് കെയർ, ബെറ്റർ ആക്കുന്നു. മൊത്തത്തില് പേഷ്യന്റ് കെയർ, ഓവറോൾ പേഷ്യന്റ് കെയർ ബെറ്റർ ആക്കുന്നു. ഓക്കെ, എല്ലാം ഒരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തേക്കാണ് അല്ലെ, ഒരു കേന്ദ്രീകൃത, ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളെയും കണക്ട് ചെയ്തത് കൊണ്ട് ഹോസ്പിറ്റലില് അവിടത്തെ പ്രോസസ്സ് എന്ത് ചെയ്യാൻ പറ്റും? കാര്യക്ഷമമാക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അപ്പുറം ഒരു സ്ഥിരത ഉറപ്പുവരുത്തുന്നു. അത് ഹോസ്പിറ്റലിന്റെ എഫിഷ്യൻസി കാര്യക്ഷമമാക്കുന്നു. ഇററുകള് അല്ലെ, പിശകുകളൊന്നും വരാൻ സാധ്യതയില്ല അല്ലെ, ഇററുകൾ കുറയ്ക്കുന്നു. പിന്നെ മൊത്തത്തില് നമ്മുടെ പേഷ്യന്റ് കെയറിൽ ഓവറോൾ പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യുന്നു, ബെറ്റർ ആക്കുന്നു. ക്ലിയർ ആവുന്നില്ലേ? ഇത് ബെനിഫിറ്റ്സ് ആയതുകൊണ്ട് ഇങ്ങനെ പോയിന്റ് പറഞ്ഞു പോണെയാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് കൂടുതലും നമ്മൾ ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ഏതൊക്കെയാണ് ബെനിഫിറ്റ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ അവിടെ നമ്മൾ ആ നോട്ട് ചെയ്തിട്ടില്ലേ ഡാഷ് ഇട്ടൊക്കെ, അതിനകത്തൊക്കെ മിക്കത് HMS തന്നെയാണ്. അപ്പൊ അതൊന്നും നോക്കി വെക്കുക കേട്ടോ. അല്ലാതെ അതിന്റെ ഉള്ളിലേക്കൊന്നും അധികം ഇവിടെ നിന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. അതാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ല എന്താ അതിനകത്തൊരു ആവശ്യം എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് 8ാമത്തെ, റെഡ്യൂസ്ഡ് മെഡിക്കൽ എറേഴ്സ്. മെഡിക്കൽ പിശകുകൾ കുറയ്ക്കാൻ സാധിക്കുന്നു. അതും HMS ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു ബെനിഫിറ്റാണ്. എന്താണ്? മെഡിക്കൽ പിശകുകള്, മെഡിക്കൽ എററുകൾ കുറയ്ക്കാൻ സാധിക്കുന്നു. Okay, and HMS can help reduce medical errors by providing, എങ്ങനെ മെഡിക്കൽ പിശകുകൾ കുറയ്ക്കുന്നേ?
by providing doctor and nurses with the updated patient information. ആ സിസ്റ്റത്തിലേക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യല്ലേ, കൃത്യമായിട്ട് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യല്ലേ, അല്ലേ? അപ്പൊ ഡോക്ടറിനും നേഴ്സിനും അങ്ങനെ എന്താ പറയാ അപ്ഡേറ്റ് ആയിട്ടുള്ളത് ഇപ്പൊ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ അതിലേക്ക് എന്താ പറയാ റെക്കോർഡ് ചെയ്യല്ലേ, സൂക്ഷിച്ചു വെക്കല്ലേ, സ്റ്റോർ ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ ഡോക്ടറിനാണെങ്കിലും നേഴ്സിനാണെങ്കിലും അപ്പൊ അത് നോക്കിയിട്ട് മെഡിക്കൽ പിശകുകൾ കുറയ്ക്കാൻ സാധ്യമാക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. Dash can help reduce medical errors by providing doctors and nurses with the updated patient information. HMS-ലൂടെ സാധിക്കും. അതായത് ഡോക്ടറിനും നേഴ്സിനും ഒക്കെ മെഡിക്കൽ പിശകുകൾ വരുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാ? ആ സിസ്റ്റത്തിലെ പേഷ്യന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലേ, അപ്പൊ അത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ളത് ഡോക്ടറിനോ അല്ലെങ്കിൽ സ്റ്റാഫിനൊക്കെ അതനുസരിച്ചുള്ളത് കാര്യങ്ങൾ ചെയ്താൽ പോരെ. Okay, it reduces the risk of misdiagnosis. അതെന്തിന്റെ മിസ്ഡയഗ്നോസിസ്, തെറ്റായിട്ടുള്ള രോഗനിർണയം, അതിന്റെ അപകട സാധ്യത കുറയ്ക്കുന്നു. ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ്, തെറ്റായിട്ടുള്ള കറക്റ്റ് അല്ലാത്ത ട്രീറ്റ്മെന്റ്, അതിന്റെ അപകട സാധ്യത കുറയ്ക്കുന്നു. ഓർ അഡ്വേഴ്സ് ഡ്രഗ് ഇന്ററാക്ഷൻ, കണ്ടോ? അതായത് പ്രതികൂലമായിട്ടുള്ള അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് ഇന്ററാക്ഷൻ, മരുന്നുകള്, അലർജി അല്ലെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയില്ലേ? അപ്പൊ അങ്ങനെ വരാനുള്ള ആ ഒരു അപകട സാധ്യതയും കുറയ്ക്കുന്നു. ക്ലിയർ ആയോ? അങ്ങനെ മെഡിക്കൽ പിശകുകൾ കുറയ്ക്കാൻ സാധിക്കുന്നു. അതായത് എന്താ പറഞ്ഞേക്കുന്ന ഈ സിസ്റ്റത്തിലേക്ക് പേഷ്യൻസിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പൊ അത് നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഡോക്ടറിനോ സ്റ്റാഫിനോ നേഴ്സിനൊക്കെ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ എന്താ പറയാ, ഇങ്ങനെ ഇപ്പൊ ആള് മാറി അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും വരൂല അല്ലേ? തെറ്റായിട്ടുള്ള രോഗനിർണയം, അത് കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ സിസ്റ്റത്തിലുണ്ട്. അപ്പൊ അതിനനുസരിച്ച് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ തെറ്റായിട്ടുള്ള രോഗനിർണയം, കറക്റ്റ് അല്ലാത്ത ട്രീറ്റ്മെന്റ്, പിന്നെ പ്രതികൂലമായിട്ടുള്ള മരുന്നിന്റെ പ്രതികരണങ്ങള്, ഇങ്ങനെയുള്ള റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു. മനസ്സിലായോ? ഉറക്കം വരുന്നുണ്ടോ? ഇങ്ങനെ വായിച്ചു പോണോണ്ട് എളുപ്പമുള്ളതല്ലേ, ബെനിഫിറ്റ്സ് ആണ് കേട്ടോ ഓരോന്നും. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടെ ഉള്ളൂ കേട്ടോ. റെഡ്യൂസ്ഡ്, മനസ്സിലായി. റെഡ്യൂസ്ഡ് റീഅഡ്മിഷൻ ആൻഡ് റീഹോസ്പിറ്റലൈസേഷൻ റേറ്റ്. കണ്ടോ? എന്താ കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക. എന്താ കുറയ്ക്കുന്നത്? റീഅഡ്മിഷൻ, ഹോസ്പിറ്റലിൽ വീണ്ടും റീഅഡ്മിറ്റ് ചെയ്യുന്നത്, വീണ്ടും നമ്മൾ അഡ്മിറ്റ് ആവുന്നത്. റീഹോസ്പിറ്റലൈസേഷൻ അല്ലെ, നമ്മുടെ അഡ്മിഷൻ, വീണ്ടും അഡ്മിഷൻ എടുക്കുന്നത്. റീഹോസ്പിറ്റലൈസേഷൻ, ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റ് ആവുന്നതൊക്കെ നമുക്ക് അതിന്റെ റേറ്റ് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാ നോക്കിയേ? And HMS can also decrease readmission and rehospitalization rate. എങ്ങനെയാ നോക്കിയേ? By ensuring timely follow-ups, സമയാധിഷ്ഠിതമായിട്ടുള്ള ഫോളോ അപ്പുകൾ കൊടുത്ത് സിസ്റ്റത്തിൽ നിന്ന് മെസ്സേജുകൾ വരൂലേ, ഫോളോ അപ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ റിമൈൻഡേഴ്സുകളൊക്കെ ആയിട്ട് കൊടുക്കൂലേ? ഇപ്പൊ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടാണെങ്കിലും ഫോളോ അപ്സ് കൊടുത്തല്ലേ വിടുന്നത്. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് അവർക്ക് ആ ഇൻഫർമേഷൻസ്, മെസ്സേജുകൾ കൊടുക്കുന്നത് വഴി അവർക്ക് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരണോ, വീണ്ടും അവർക്ക് അഡ്മിഷൻ എടുക്കണോ, അല്ലെങ്കിൽ റീഹോസ്പിറ്റലൈസേഷൻ വേണോ? കറക്റ്റ് ആയിട്ടുള്ള ഈ ഫോളോ അപ്പുകൾ ഉറപ്പാക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? റീഅഡ്മിഷൻ, റീഹോസ്പിറ്റലൈസേഷൻ ഡിക്രീസ് ചെയ്യാൻ പറ്റും. ദിസ് ഇൻക്രീസസ്, ഇത് എന്തിന് കാരണമാകും? എന്ത് കൂട്ടാൻ കാരണമാകും? പേഷ്യന്റ് ഔട്ട്കം, പേഷ്യന്റിന്റെ ഔട്ട്കം കൂട്ടാൻ. നമുക്കും അങ്ങനെ വരുമ്പോ നമുക്ക് നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു നല്ലൊരു ഇത് വരൂലേ, അല്ലേ? ഹോസ്പിറ്റലിന്റെ ഒരു ഗുഡ് വിൽ, ഒരു നല്ലൊരു ഇതല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെ പേഷ്യന്റിന്റെ ഔട്ട്കം വർദ്ധിപ്പിക്കുകയും മിനിമൈസ് ദ കോംപ്ലിക്കേഷൻ റിസ്ക്, അപകട സാധ്യതയുടെ ആ കോംപ്ലിക്കേഷന്റെ ആ റിസ്ക് മിനിമൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് സങ്കീർണതയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. അവര് ഓരോ സമയത്തും സമയബന്ധിതമായി തന്നെ നടപടികൾ കൊടുക്കും. അതേ മെസ്സേജുകൾ കൊടുക്കുന്നതിലൂടെ വീണ്ടും അവർക്ക് ഇതിപ്പോ അന്വേഷണം വെക്കാനായിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ റേറ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. ക്ലിയർ ആയോ? അടുത്തൊരു ബെനിഫിറ്റ്, 9ാമത്തെ. ഓക്കെ,
അപ്പൊ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരുന്നതൊക്കെ നമുക്ക് അങ്ങനെ കറക്റ്റ് ഫോളോ അപ്പ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അതിന്റെ റേറ്റ് കുറയ്ക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സവിശേഷതകൾ. സവിശേഷതകൾ ഒന്നാമത്തെ നോക്കിയേ, ഫസ്റ്റത്തെ ഒരു ഫീച്ചർ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഫീച്ചറാണ് പേഷ്യന്റ് പോർട്ടൽ. പേഷ്യന്റ് പോർട്ടൽ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ? പേഷ്യന്റിന്റെ ആരോഗ്യരേഖകള് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സുരക്ഷിതമായിട്ടുള്ള ഓൺലൈൻ സംവിധാനമാണ് പേഷ്യന്റ് പോർട്ടൽ. ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തോ കേട്ടോ. പേഷ്യന്റ് പോർട്ടൽ എന്താണ്? പേഷ്യൻസിന്റെ ഹെൽത്ത് റെക്കോർഡ്സ് ഒക്കെ, ആരോഗ്യരേഖകള് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു സുരക്ഷിതമായ ഓൺലൈൻ സംവിധാനം. ഒരു ഓൺലൈൻ സംവിധാനമാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ദ പേഷ്യന്റ് പോർട്ടൽ ഈസ് ആൻ അൺഅവോയ്ഡബിൾ ഫീച്ചേഴ്സ്. അൺഅവോയ്ഡബിൾ എന്ന് വെച്ചാൽ എന്താ? അൺഅവോയ്ഡബിൾ ഒഴിവാക്കാൻ പറ്റാത്ത, അല്ലെ, ഒഴിവാക്കാനാവാത്ത ഒരു സവിശേഷതയാണ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഏത്? പേഷ്യന്റ് പോർട്ടൽ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഡാഷ് ഈസ് ആൻ unavoidable features of a health information system. ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒഴിവാക്കാൻ പറ്റാത്ത, അല്ലെ, ഒരു സവിശേഷതയാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോഗ്രാം. ഇതെന്താണ്? ഒരു പ്രോഗ്രാം ആണ്. ലൈക്ക് ദ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പോലെയുള്ള ഒരു പ്രോഗ്രാം ആണ്. എന്നാൽ what make it different is that, എന്നാൽ അതിൽ നിന്നും അതായത് സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ, പേഷ്യന്റിന്റെ ആരോഗ്യ വിവരങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ഓൺലൈൻ സംവിധാനം. സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു സുരക്ഷിതമായ, അത്രയും നോട്ട് ചെയ്യുക, ഒരു സുരക്ഷിതമായിട്ടുള്ള ഓൺലൈൻ സംവിധാനമാണ്. അതിലെന്താ? പേഷ്യന്റിന്റെ വിവരങ്ങള്. ഓക്കെ, അപ്പൊ നോക്കി, അപ്പൊ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പോലെയാണെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. എന്താ നോക്കിയേ, എന്താ ഇതിന് വ്യത്യസ്തമാക്കുന്നത്? ബട്ട് വാട്ട് മേക്ക് ഇറ്റ് ഡിഫറെന്റ് ഈസ് ദാറ്റ് ദീസ് പേഷ്യന്റ് can have a secure online entry their medical records. അവർക്ക് എന്താണ്? സുരക്ഷിതമായിട്ട് ആ പേഷ്യന്റ് പോർട്ടലിലൂടെ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഡിക്കൽ റെക്കോർഡിലേക്ക് കിടക്കാൻ പറ്റും. അതാണ് ഇത്. അവിടെ എന്താ വെച്ചാൽ നമ്മൾ ഒരു പാസ്വേഡ് ഒക്കെ കൊടുത്ത് നമ്മൾ സെക്യൂർ ആണത്. സെക്യൂർ ആണത്. അതായത് പേഷ്യൻസിന് അവരുടെ മെഡിക്കൽ റെക്കോർഡിലേക്ക് സുരക്ഷിതമായിട്ട് കടക്കാൻ പറ്റും. അതായത് പാസ്വേഡ് ഒക്കെ കൊടുത്ത് സുരക്ഷിതമായിട്ട് എൻട്രി ചെയ്യാൻ, അതിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകുന്നു. കണ്ടോ? പിന്നെ അതിനകത്ത് ഇപ്പൊ പേഷ്യന്റ് പോർട്ടലിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാം. കണ്ടോ? അറേഞ്ചിങ് ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാം. പാസിംഗ് ഇൻഫർമേഷൻ വിത്ത് ദ ഡോക്ടർ. ഡോക്ടറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാം വിത്ത് ദ ഡോക്ടർ. കണ്ടോ? പാസിംഗ് ഇൻഫർമേഷൻ വിത്ത് ദ ഡോക്ടർ. ചെക്കിംഗ് മെഡിക്കൽ ബില്ലുകൾ ചെക്ക് ചെയ്യാം. ആൻഡ് പ്രോസസിംഗ് പേയ്മെന്റ് ഓൺലൈൻ. നമുക്ക് എന്തെങ്കിലും പേയ്മെന്റ് നടത്തുന്നെങ്കിൽ ഓൺലൈൻ ആയിട്ട്, ഇപ്പൊ നമ്മുടെ ലാബ് ടെസ്റ്റ് പറഞ്ഞു, അതിന്റെ ബില്ല് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് പേഷ്യന്റ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് നമുക്ക് ബില്ലുകളൊക്കെ, പേയ്മെന്റുകൾ നടക്കാൻ പറ്റും. പേഷ്യന്റ് പോർട്ടൽ എന്ന് വെച്ചാൽ പേഷ്യന്റിന് അതിലേക്ക് കിടക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാനോ പേയ്മെന്റ് ആയിട്ട് ഓൺലൈൻ ആയിട്ട് പേയ്മെന്റുകൾ, ബില്ലുകൾ, കാര്യങ്ങളൊക്കെ അടയ്ക്കാനോ ഒക്കെ നമുക്ക് ഇതിലൂടെ സഹായിക്കുന്നു.
ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ ആ കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് ഓൺലൈനായിട്ട് പ്രവേശിക്കാൻ പറ്റും, ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും, ഡോക്ടറുമായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യാം, മെഡിക്കൽ ബില്ലുകൾ ചെക്ക് ചെയ്യാം, പേയ്മെന്റുകൾ ഓൺലൈനായിട്ട് അടയ്ക്കാം. ഓൾ ദേ റിക്വയർ ഈസ് എ സ്മോൾ എക്യുപ്മെന്റ്. അപ്പൊ പക്ഷെ നമുക്ക് അതിന് എന്ത് വേണം? ഒരു എക്യുപ്മെന്റ് വേണം അല്ലെ? All they require is a smart equipment to avail themselves of a maximum benefits of these features. അപ്പൊ നമുക്ക് അതിന്റെ ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും ഇപ്പൊ ഓൺലൈനായിട്ട് നമ്മൾ ഇരിക്കുന്നല്ലേ, നിങ്ങളും ഞങ്ങൾ തന്നേക്കുന്ന ആ ലിങ്കില് അല്ലെ ആ കയറിയിട്ട് നിങ്ങളും ഓൺലൈനായിട്ട് ഇരിക്കുക. അതിന് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ടൂൾ വേണ്ടേ? അപ്പൊ നമുക്ക് ഇങ്ങനെ നമുക്ക് അതിലേക്ക് കയറണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൂൾ വേണം പേഷ്യൻസിന്. അപ്പൊ അങ്ങനെ നമുക്ക് അതിന് നമുക്ക് എന്താ ഒരു പേഷ്യന്റ് പോർട്ടലില് കയറി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സേഫ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് ദ ഏജ് ഓൾഡ് പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡോക്ടർ അപ്പോയിന്റ്മെന്റ്സ്. പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു? ഓൾഡ് ഏജ് നമുക്ക് പണ്ട് കാലത്ത് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ളതിന് പകരം അല്ലെ, അപ്പൊ അതെങ്ങനെയാ? നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ രാവിലെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലണം, ക്യൂ നിൽക്കണം അല്ലെ, ക്യൂ നിൽക്കണം. എന്നിട്ട് ക്യൂ നിന്നിട്ടാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് അല്ലെ. എന്നിട്ട് എപ്പോഴാണോ നമുക്ക് കാണാൻ പറ്റുന്നത് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ അങ്ങനെ ചെയ്യുന്നോണ്ട് തന്നെ. എന്നാൽ ഇപ്പൊ അതിന് പകരം എങ്ങനെയാ? they may just log into their account in a patient portal. നമ്മൾ നേരെ നമുക്ക് ലോഗിൻ ചെയ്യും പേഷ്യന്റ് പോർട്ടലില്. നമുക്ക് നേരെ കയറി കഴിഞ്ഞ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ അവൈലബിലിറ്റി. അപ്പൊ അതിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് എന്താണ്? ഡോക്ടറിന്റെ അവൈലബിലിറ്റി, ഡോക്ടർ ആ സമയത്ത് അവൈലബിൾ ആണോ? നമുക്കിപ്പോ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് ഉച്ച കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഡോക്ടർ അവിടെ അവൈലബിൾ ആണോ എന്ന് അറിയണ്ടേ അല്ലെ? അല്ലെങ്കിൽ ഡോക്ടറിന്റെ അവൈലബിലിറ്റി നോക്കാം, ഏതൊക്കെ സമയത്താണ് ഡോക്ടർ അവൈലബിൾ ആയിട്ടുള്ളത് അതറിയാൻ പറ്റും. ആൻഡ് മേക്ക് ആൻ അപ്പോയിന്റ്മെന്റ് അക്കോർഡിംഗ് ടു ദർ കൺവീനിയൻസ് ആൻഡ് ഡോക്ടേഴ്സ് അവൈലബിലിറ്റി. എങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുക്കാം? നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് അല്ലെ, നമുക്ക് സൗകര്യപ്രദമായിട്ട് ഡോക്ടറിന്റെ അവൈലബിലിറ്റി നോക്കി തന്നെ പേഷ്യന്റ് പോർട്ടലിലൂടെ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ സാധിക്കുന്നു. മനസ്സിലായോ? Okay, after arranging the appointment, they can verify the bill. Appointment അത് arrange ചെയ്തിട്ട് നമ്മൾ ബില്ല് വെരിഫൈ ചെയ്യും. And make the payment. Payment നടത്തും. Or set the details for the future payment. അല്ലെങ്കിൽ ഫ്യൂച്ചർ പേയ്മെന്റിന് വേണ്ടി ഡീറ്റെയിലുകൾ നമ്മൾ കളക്ട് ചെയ്യും. The popularity of the patient portal is growing day by day. ഇന്ന് എന്താണ്? ഓരോ ദിവസം കഴിയുന്തോറും ഈ പേഷ്യന്റ് പോർട്ടലിന്റെ ഒരു ജനപ്രീതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? അതാണ് ഓരോ ദിവസം കഴിയുന്തോറും പേഷ്യന്റ് പോർട്ടലിലേക്ക് നമ്മൾ കയറി നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതൊക്കെ നമുക്ക് എന്താണ്? അതിന്റെ ഒരു ജനപ്രീതി പോപ്പുലാരിറ്റി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. Then since it enhances the accessibility for the patient and to keep the transparency between the patient and their treatment process. കണ്ടോ? പേഷ്യന്റിന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഡീറ്റെയിലിൽ കയറി അപ്പോയിന്റ്മെന്റ് എടുക്കാനും ബില്ലിംഗ് കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നു. ഇനി ട്രീറ്റ്മെന്റിന്റെ പ്രോസസ്സും പേഷ്യന്റും തമ്മിലുള്ള ഒരു ട്രാൻസ്പെറൻസി സുതാര്യത വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. സുതാര്യത വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. അപ്പൊ നമ്മൾ പണ്ടത്തെ അപ്പോയിന്റ്മെന്റിന് ഈ ക്യൂ നിന്നൊക്കെ എടുക്കുന്നതിന് പകരം ഇപ്പൊ നമുക്ക് ഏതാ? പേഷ്യന്റ് പോർട്ടൽ ഉപയോഗിക്കാൻ പറ്റും അല്ലെ? അപ്പൊ അങ്ങനെ പേഷ്യന്റ് പോർട്ടൽ ഉപയോഗിക്കുന്നത് അതിന്റെ ഇത് പോപ്പുലാരിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പേഷ്യന്റിന് പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ സാധിക്കുന്നു. പേഷ്യൻസ് അല്ലെ ആ ട്രീറ്റ്മെന്റ് പ്രോസസ്സും പേഷ്യന്റ് തമ്മിലുള്ള ട്രാൻസ്പെറൻസി അവിടെ ഒളിവും മറവൊന്നുമില്ല, ഡയറക്റ്റ് ആണ്. ഒരു ട്രാൻസ്പെറൻസി നിലനിർത്താൻ കാരണമാകുന്നു. ഈ ഒരു കാര്യം കൂടെ നോക്കി അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? Therefore, the hospital select this is to improve their patient satisfaction. കണ്ടോ? അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റൽ സെലക്ട് ദിസ് ടു ഈ ഒരു പേഷ്യന്റ് പോർട്ടൽ ആ ഒരു സംവിധാനം ഹോസ്പിറ്റല് എന്ത് ചെയ്തിട്ടുണ്ട്? അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇംപ്രൂവ് ദയർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ. പേഷ്യന്റിന്റെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇംപ്രൂവ് ചെയ്യുന്ന
ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൻഡ് ബിൽഡ് ദംസെൽസ് ആസ് എ ഡിപ്പെൻഡബിൾ വൺ. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതിൽ ചെയ്യാൻ സാധിക്കുന്നു. അതെങ്ങനെയാ? നമുക്ക് ഹോസ്പിറ്റലിന്റെ പരിമിതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ഈ ചെയ്യാനായിട്ട് ഹോസ്പിറ്റല് ഈ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞ ഒരു സംവിധാനം എന്ത് ചെയ്തിട്ടുണ്ട്? സെലക്ട് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിന്റെ പരിമിതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? പേഷ്യന്റ് പോർട്ടലിലൂടെ അതിനുവേണ്ടി പേഷ്യന്റ് പോർട്ടൽ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത മെഡിക്കൽ ബില്ലിംഗ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. അപ്പൊ അത് ക്ലിയർ ആയി? ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.